മണിക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം അറിഞ്ഞതെങ്കിൽ പിന്നീട് അത് അല്പം കൂടെ നീളുമെന്നായി. പിന്നീട് 5:30-ക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്നറിഞ്ഞതോടെയാണ് ആകാംക്ഷ വീണ്ടും ഏറിയത്. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ 7:30-യോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. എന്തായാലും ഇവിടെ രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ, അദ്ദേഹത്തോടൊപ്പം ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യമുണ്ട്. പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവരെല്ലാവരും ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടുന്നതും. എന്തായാലും ഈ പ്രഖ്യാപനം കാത്ത് കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ, അവരെല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട്? ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന കരുതുന്നു? ഇല്ല, പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എപ്പോ വന്നിരിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾ കുറച്ചു നേരമായി. ഞങ്ങൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ആർക്ക് അനുകൂലമായി എവിടെ ചിരി വിടരും? എന്താണ് കരുതുന്നത്? എവിടെ ചിരി വിടർന്നാലും അത് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു ചിരിയായിരിക്കും. ഉറപ്പാണ്. നയപരമായ ഉത്തരവാണല്ലോ. നയപരമായ ഉത്തരം തന്നെ പറയണമല്ലോ. പാർട്ടിക്ക് ഞങ്ങൾ വന്നിരിക്കുന്ന വീടിനൊരു പ്രത്യേകതയുണ്ട്. ഈ വീട്ടില് വന്നിരിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് പോലും പാർട്ടിക്ക് ദോഷമാകുന്ന ഒരു വാക്കോ ഒരു നോക്കുകൊണ്ടോ പാർട്ടിക്ക് മുറിവേൽക്കില്ല. ആര് മുഖ്യമന്ത്രിയായാലും എല്ലാവരും ചിരി. ആര് മുഖ്യമന്ത്രിയായാലും പാർട്ടി ആര് മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിക്കുന്നു, അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കും. ഈ വീടിന്റെ പ്രത്യേകതയാണ്, ഈ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണത്. ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഒരാളുടെയും വായിൽ നിന്ന് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പാർട്ടിക്ക് മുറിവേൽക്കില്ല. അത്തരത്തിലാണ് പ്രതീക്ഷകൾ. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് നടത്തിയ അതേ പ്രതികരണം തന്നെ ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുയായികളും. മുഖ്യമന്ത്രിയായി ആരെ പ്രഖ്യാപിച്ചാലും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകത്തില്ല. ഈ വീട് പഠിപ്പിച്ച ശീലം അതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി എടുക്കുന്ന തീരുമാനം കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരുടെയും മുഖത്ത് ചിരി വിടർത്തുന്നതായിരിക്കും എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം. ഈ വീട്ടിലേക്ക് പ്രവർത്തകർ ഉച്ച മുതൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുന്നുണ്ട്. എന്തായാലും വി ഡി സതീശന്റെ വീടിന് സമാനമായി വൈകാരികമായ പ്രതികരണങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ കടന്നിട്ടില്ല. പാർട്ടിയുടെ തീരുമാനമാണ് വലുത്, അതിനൊപ്പം നിൽക്കും എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ നിർണായകമായ പ്രഖ്യാപനം വരാനായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 240 മണിക്കൂറാകുന്നു, 10 ദിവസങ്ങൾ പിന്നിടുന്നു. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകും. ഈ 240 മണിക്കൂർ കഴിയുമ്പോൾ പ്രേക്ഷകർ കാണുന്നത് 4 വിഷ്വൽസ് ആണ്. ഒന്ന്, ഖർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയ ആ വിഷ്വലാണ് ഇടത്തെ വശത്ത് മുകളിൽ കാണുന്നത്. രണ്ടാമത് KPCC ആസ്ഥാനത്താണ്. ആ വിഷ്വലിൽ പ്രവർത്തകരെല്ലാവരും ഒഴുകുകയാണ്. അവിടെ ആഘോഷം തന്നെ ഉണ്ടാകും. ഹൈക്കമാൻഡ് എന്ന് പറയുന്നു ആ നിലപാട് തന്നെയായിരിക്കും എന്നുള്ളതാണ് KPCC ആസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകർ പറയുന്നത്. മൂന്നാമത്, ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നാണ്. ആ വസതിയിൽ ചെന്നിത്തല പഠിപ്പിച്ചിരിക്കുന്നത് ആര് തന്നെ ആയാലും അത് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്, മുഖ്യമന്ത്രി ആരായാലും. നാലാമത് നിങ്ങൾ കാണുന്നതാണ് VD സതീശന്റെ വസതിയിൽ നിന്നുള്ള കാഴ്ച. അവിടെ പ്രവർത്തകർക്ക് 2 നിലപാടുകളാണ്. ഒന്നുകിൽ VD സതീശൻ അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. 3 ചേരികളായിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. ഡൽഹിയിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നു. രാഹുൽ ഗാന്ധിയും ഖർഗെയുടെ വസതിയിൽ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ച അവസാനിക്കുമ്പോൾ നറുക്ക് വീഴുന്നത് ആർക്ക് എന്നുള്ള ചോദ്യം. ഞാനൊന്ന് ഇന്ദിരാഭവനിൽ പോവാണ്. KPCC ആസ്ഥാനത്ത് പോകുന്നു. അവിടെ അരുൺ ചേരുന്നുണ്ട്. അരുണെ, പ്രവർത്തകർ വീണ്ടും വരുന്നു. ഇപ്പോൾ സതീശന്റെ വീട്ടിൽ നിന്ന് നവമി പറയുന്നത്, പ്രവർത്തകരുടെ ഭാഗം പറയുമ്പോൾ അവർ പറയുന്നത് സതീശൻ തന്നെ ആവണം അല്ലെങ്കിൽ പ്രതിഷേധം എന്നാണ്. ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഡാൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ പറയുന്നത് ആര് തന്നെ മുഖ്യമന്ത്രി ആയാലും ഇവിടെ നിന്നൊരു അപസ്വരം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 2 ചേരിയിൽ നിന്ന് 2 വ്യത്യസ്ത നിലപാടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും VD സതീശന്റെ അനുകൂലികളാണ് ആദ്യഘട്ടം മുതൽ പരസ്യ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സംസ്ഥാനത്തൊട്ടാകെ VD സതീശന് വേണ്ടി വലിയ ക്യാമ്പയിനുകൾ നടന്നു. പലയിടത്തും പ്രകടനങ്ങൾ നടന്നു. കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ മാർച്ച് നടന്നു. അവിടെ ഉമ്മൻചാണ്ടിയുടെ അടക്കം ചിത്രങ്ങളുള്ള ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചു. അതാണ് വലിയ വിവാദമായി പിന്നീട് മാറിയത്. ഉമ്മൻചാണ്ടിയെ പോലും വെറുതെ വിടാത്ത തരത്തിലുള്ള ഒരു നീക്കങ്ങൾ സതീശ അനുകൂലിയുടെ ഭാഗത്തുണ്ട്. വലിയ വിമർശനത്തിന് ഇടയാക്കി. KC വേണുഗോപാൽ അനുകൂലിക്കുന്നവരും വലിയ രീതിയിൽ പലയിടത്തും സതീശന്റെ ഫ്ലക്സിന് മേൽ കരിയോലൊഴിച്ചു. KPCC ആസ്ഥാന ഫ്രണ്ടിൽ പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായി. തിരികെ KC വേണുഗോപാലിന്റെ ഫ്ലക്സിലും കരിയോലൊഴിച്ചു. ചിലയിടങ്ങളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ പാലഭിഷേകമായിരുന്നു. എന്നാൽ അതിലൊന്നും പെടാതിരുന്ന ഒരു കൂട്ടർ രമേശ് ചെന്നിത്തലയുടെ അനുകൂലികൾ തന്നെയാണ്. ചില ആളുകൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആവശ്യപ്പെട്ട് ഒറ്റയാൾ പ്രകടനങ്ങളൊക്കെ നടത്തിയത് മാറ്റി നിർത്തിയാൽ കാര്യമായ എതിർ പ്രകടനങ്ങൾ മറ്റേ 2 സ്ഥാനമോഹികൾക്കുമെതിരെ, മുഖ്യമന്ത്രി സ്ഥാനമോഹികൾക്കുമെതിരെയുള്ള പ്രകടനങ്ങളോ പ്രതികരണങ്ങളോ രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് പൊതുവിൽ ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ACC നേതൃത്വത്തിന് മുമ്പാകെയുള്ള ഒരു
മികച്ച പേരിനും അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട പേരിനും കാരണം ആ ഒരു സംയമനത്തിന്റെ പാതയാണ്. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് താൻ ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പോയിട്ടില്ല. എപ്പോഴും പാർട്ടി പറഞ്ഞതനുസരിച്ച് 2011 ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സീനിയോറിറ്റി പരിഗണിച്ച് മാറിക്കൊടുത്തു. അവിടെ ഒരു അവകാശവാദവുമായി വന്നില്ല. 2021 നിയമസഭാ കക്ഷി തനിക്ക് മുൻതൂക്കമുണ്ടായിട്ട് പോലും വി.ഡി. സതീശന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തു. എക്കാലവും പാർട്ടി പറയുന്ന നിലപാടനുസരിച്ച് പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നയാളാണ് താനെന്ന് രമേശ് ചെന്നിത്തല നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. ഈ KPC ആസ്ഥാനത്ത് ഇന്നത്തെ കാഴ്ചയിലൊരു വ്യത്യസ്തതയുണ്ട്. ശനിയാഴ്ച ഇവിടെ ഈ സമയത്തൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു. ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി ആൾക്കൂട്ടമായിരുന്നു. അതിലേറ്റവും പ്രധാനം ആൾക്കൂട്ടത്തിൽ 90% KC വേണുഗോപാൽ അനുകൂലിക്കുന്നവരായിരുന്നു. തലസ്ഥാനത്ത് പരസ്യമായി തന്നെ KCയെ അനുകൂലിക്കുന്ന വിഭാഗമായിരുന്നു ആ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അത്തരത്തിലൊരു ആൾക്കൂട്ടം ഇവിടെ കാണാനാകുന്നില്ല. പ്രവർത്തകരുണ്ട്, ചിലരൊക്കെ അതിൽ KC അനുകൂലികളുണ്ട്, വി.ഡി. സതീശനുമായി വേണ്ടി പറയുന്ന ആളുകളുണ്ട്, ചിലരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു ആൾക്കൂട്ടമായി KC അനുകൂലിക്കുന്നവർ ഇവിടെ ഇല്ല എന്നത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ഇനി വരുന്ന മണിക്കൂറുകൾ ഉത്തരം പറയും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകളാണോ, അല്ലെങ്കിൽ നേരത്തെ പാർട്ടി നേതൃത്വം പറഞ്ഞതുപോലെ അന്ന് ഇവിടെ നിന്ന് ഈ KC അനുകൂലികൾ തന്നെയാണ് നേതൃത്വം പറഞ്ഞതനുസരിച്ച് KPC ആസ്ഥാനത്തിന് മുന്നിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഫ്ലക്സ്, അത് വി.ഡി. സതീശന്റെ ഫ്ലക്സുകളും KC വേണുഗോപാലിന്റെ ഫ്ലക്സുകളും ഒക്കെ എടുത്ത് മാറ്റി KPC ആസ്ഥാനത്ത് ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാറ്റിയത് ഇതേ KC അനുകൂലികൾ തന്നെയായിരുന്നു. അതുകൊണ്ടാകാം ഒരുപക്ഷെ അവർ ഇവിടുന്ന് വിട്ടുനിൽക്കുന്നത്. ഏതായാലും KC അനുകൂലികളുടെ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ ഒരു ആവേശം, വലിയൊരു ആത്മവിശ്വാസം ഇപ്പോൾ ഇവിടെ കാണാനില്ല. മറിച്ച് സതീശൻ ക്യാമ്പും ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണ്. 3 ക്യാമ്പും ആരും ഉറപ്പിക്കുന്നില്ല വി.ഡി. സതീശനാകുമെന്ന്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ KC അല്ലാതെ മറ്റാരെന്ന ചോദ്യവുമായി KC വിഭാഗം, രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റാരത്തരം സീനിയോറിറ്റിയും പാർട്ടിയോട് ഏറ്റവും അധികം ചേർന്ന് പോകുന്ന പാർട്ടി ഒരു ഘട്ടത്തിൽ സമ്മർദ്ദത്തിലാക്കാത്ത രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ 26 വയസ്സിൽ സംസ്ഥാനത്ത് മന്ത്രിയായ AICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊക്കെ എത്തിച്ചേർന്ന രമേശ് ചെന്നിത്തല ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന ചോദ്യം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 3 ക്യാമ്പും ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ വി.ഡി. സതീശന് ഈ ഘട്ടത്തിൽ ചെറിയ മുൻതൂക്കമുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മറുപടികളാണ് പലയിടങ്ങളിലും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി. ഒരു തീരുമാനവും നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത പാർട്ടിയാണ്. ഹരി ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുമ്പോൾ, ആരാണ് മുഖ്യമന്ത്രി ആകുമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിൽക്കുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ അത് പുത്തരിക്കണ്ടം മൈതാനത്ത് സത്യപ്രതിജ്ഞയ്ക്ക് പന്തലൊരുക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയം തന്നെ 2006 ലോക്ഭവന് പുറത്തേക്ക് സത്യപ്രതിജ്ഞ മാറുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുമ്പോഴാണ് വലിയ ആൾക്കൂട്ടത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആൾക്കൂട്ടം പങ്കെടുത്ത ഒരു സത്യപ്രതിജ്ഞയ്ക്ക് സെൻട്രൽ സ്റ്റേഡിയം വേദിയായത്. പിന്നീട് 2016 21 ഒക്കെ പിണറായി ആ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇത്തവണ സത്യപ്രതിജ്ഞ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന സൂചനയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചകൾ തുടരുമ്പോൾ സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രി ആര്, നിർണായകമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഖർഗെയും രാഹുൽ ഗാന്ധിയും ആ വസതിയിൽ നിന്നും പുറത്തേക്കിറങ്ങണം. ആ ചർച്ച എന്താകും, അതിന്റെ ഫലം എന്നത് അറിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. 7:30 മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ള നിർണായകമായ വിവരം ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.